ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റെല്ലാം ഒന്ന് പരിശോധിക്കാം. S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് US മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്യൂച്ചർ ഡോ ജോൺസ് ഫ്യൂച്ചർ ഓൾസോ ട്രേഡിംഗ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാം. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. പക്ഷേ 135 പോയിന്റ് അപ്സൈഡാണ്. ബട്ട് ഡോണ്ട് ഗെറ്റ് ടു എക്സൈറ്റഡ്. നമുക്ക് അറിയില്ല, ഗ്യാപ്പ് അപ്പ് എന്നതുകൊണ്ട് നമ്മളത് പോസിറ്റീവായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യും എന്നുള്ള ഇതില്ല. നമുക്ക് എന്തായാലും കോഷ്യസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഒരു ഒരു റിക്കവറിയുടെ സൂചനയൊക്കെ തരുന്നുണ്ട്. തായ്വാൻ വെയിറ്റഡ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഹാങ്സങ് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് ടൈംസ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും നിക്കി 367 പോയിന്റ്സ് അപ്സൈഡിലും ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 120 പോയിന്റ്സിൻ്റെ അപ്സൈഡിലുമാണ് 140. സോ മേ ബി ഒരു 50 അല്ലെങ്കിൽ ഒരു 100 പോയിന്റ്സ് അബവ് ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നത് അല്ലേ. അപ്പം ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഏകദേശമുള്ള ഒരു ഏരിയയിലെ മാർക്കറ്റ് ഗ്യാപ്പ് എത്തി ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നലത്തെ ലോ, ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ലോ എത്തിയാലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ചെറിയ സോൺസ് ആണ് മൈനർലി ഉള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽസ് അല്ലെങ്കിൽ സപ്ലൈ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്തിടാം. 23,585 എന്നുള്ള ഈ സോണ് മാർക്കറ്റിന്റെ ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു ഗ്യാപ്പ് അപ്പ് വന്നാലും ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ പോയ ശേഷം ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഈ ഏരിയയ്ക്ക് മുകളിലൊന്നും മാർക്കറ്റ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് തന്ന് അപ്സൈഡ് പോകുകയാണെങ്കിൽ ഓക്കെ, ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചെറിയൊരു നല്ല മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമോ ഇല്ലെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതായിരിക്കുന്നു. അതിന്റെ മൈനർലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ബാക്ക് ടു ബാക്ക് സപ്ലൈസ് മാർക്കറ്റിന് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ മാർക്കറ്റിന് സപ്ലൈ ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. സോ മാർക്കറ്റ് ഈ സപ്ലൈയിലോട്ട് എത്തുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ പ്രൈസ് റിയാക്ഷൻ കണ്ട് മാത്രമേ ഞാൻ അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് പോകത്തുള്ളൂ. സോ ഇന്നലെയൊന്നും ഞാൻ ട്രേഡ് പുതിയതായിട്ട് എടുത്തിട്ടില്ല, ഞാനൊന്നും അധികം എടുത്തിട്ടില്ല. സോ ഇനിയുള്ള ഈ സപ്ലൈ റേഞ്ചസ് മാർക്കറ്റ് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് കണക്കാക്കി മാത്രമായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്ത് മാത്രമായിരിക്കും ഞാൻ പൊസിഷൻസ് എടുക്കുക. ഓക്കെ, ഒരു ബുള്ളിഷ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്ട്രക്ചറലി ഇങ്ങനെ ഒരു അപ്സൈഡ് മൊമെന്റം തരുവാണെങ്കിൽ ബെറ്റർ പൊസിഷനിലായിരിക്കും ഞാൻ. അല്ലാത്ത പക്ഷം ഒന്ന് കോഷ്യസ് ആയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പുതിയ ട്രേഡ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ സോൺസിലായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുക. 22,780 ആൻഡ് 22,440 ഈ സോൺസിലായിരിക്കും ഞാൻ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രൈസ് റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സോൺസ് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഈ സോൺസിലെ മാർക്കറ്റ് റിയാക്ഷൻ അനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് ഇന്നത്തെ ദിവസം ഞാൻ പോകത്തില്ല, വെയിറ്റ് ചെയ്യും. അതാണ് ബെറ്റർ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്റ്റോക്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ ഫോക്കസിൽ സെയിലുണ്ട്. സെയിൽ ഇപ്പം 19 വർഷത്തെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം നിൽക്കാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സെയിൽ ഈ ഒരു റേഞ്ച് 200 റേഞ്ച് ബ്രേക്ക് ചെയ്തത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എത്രയോ കൊല്ലത്തിന് ശേഷം എന്ന് നമുക്ക് പറയാം. 2012 ശേഷം ഇതുവരെയായിട്ടും ആ ഒരു സോണിന്റെ മുകളിൽ ട്രേഡ് ചെയ്തിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രൈസ് റിയാക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, 2010 ആ കാലഘട്ടത്തിന് ശേഷമാണ് മാർക്കറ്റ് സെയിൽ ഇത്രയും നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് വളരെ അഗ്രസീവ് ക്ലോസിംഗ് ആയിരുന്നു. അഗ്രസീവ് ബൈയിങ്ങും സെയിൽ പോലുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 200 എബോവ് പോയ അത്രയും അഗ്രസീവ് ബൈയിങ്ങിലേക്കാണ് വന്നത് മാർക്കറ്റ് ഇന്നലെ. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊക്കെ എൻട്രി എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് വരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നല്ലൊരു മൂവ്മെന്റിലേക്ക് സെയിൽ പോകാനുള്ള പോസിബിലിറ്റി തൽക്കാലത്തേക്ക് ഉണ്ട്. ഓക്കെ, അപ്പം പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഫോക്കസിൽ വേറെയും സ്റ്റോക്കുകളൊക്കെ ഉണ്ട്.
ഹിന്ദു കോപ്പർ ഞാൻ ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുണ്ട്. ഹിന്ദു കോപ്പർ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു കോപ്പർ നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റോക്സിൻ്റെയൊക്കെ ഒരു ഭാവി എന്ന് പറയുന്നത് ഇന്നും നാളത്തെയും അവസ്ഥ അനുസരിച്ചിരിക്കും. അപ്പം ഇന്നും നാളെ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടും. ബാക്കിയൊക്കെ ഞാൻ ക്വാണ്ടിറ്റി കൺട്രോൾഡ് ആയതുകൊണ്ട് അല്ല ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യുകയാണ്. പിന്നെ എൻ്റെ ഫോക്കസിലുള്ളതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ബീസ് എന്ന സ്റ്റോക്ക് എൻ്റെ ഫോക്കസിലുണ്ട് കേട്ടോ. കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ബീസ് നല്ലൊരു കൺസോളിഡേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുക 270 ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ബ്രെയിൻ ബീസിൽ. അപ്പോൾ ഇനിയും ഡൗൺ ട്രെൻഡ് പെൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ഡൗൺ ട്രെൻഡ് പെൻഡിങ് ആയിരിക്കാം. ബട്ട് ഇത്രയും ഏരിയയിൽ ഞാൻ കാണുന്ന സോൺ എന്ന് പറയുന്നത് 200 to 270 റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് എന്ന കമ്പനി. സോ അപ്പം എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇട്ടേക്കുവാണ്. ഇവിടെ നിന്നുള്ള പ്രൈസ് റിയാക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. 270 ബ്രേക്ക് ചെയ്യുകയില്ലേ എന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ സ്റ്റോക്സ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. നമ്മളായിട്ട് ബേസിക്കലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.